ഒരു പാലസ്റ്റീൻ അമേരിക്കയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാലസ്റ്റീൻ എഴുത്തുകാരനായ ജമാൽ കഞ്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ചിൽഡ്രൻ ഓഫ് കറ്റാസ്ട്രോഫ് ജേർണി ഫ്രം എ പാലസ്റ്റീൻ റെഫ്യൂജി ക്യാമ്പ് ടു അമേരിക്ക എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം അറബ് രാജ്യങ്ങളുടെയും പശ്ചിമേഷ്യയുടെയും സ്ഥിതിഗതികളെക്കുറിച്ച് വളരെ എക്സ്റ്റെൻസീവായിട്ട് എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ ഹിസ്ബുള്ളയെ നാമാവശേഷമാക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവിനോടൊപ്പം തന്നെ ഈ ആക്രമണത്തിൽ ഒരു പക്ഷേ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാക്കുന്നതിന് കൂടി അതിനും കൂടി ഉദ്ദേശിച്ചാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്നതെന്നാണ്. കാരണം അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു വിദേശ രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. പലപ്പോഴും അമേരിക്കയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ റഷ്യയാണ്, ചൈനയാണ് എന്നെല്ലാം പറയുമെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇടപെടുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനു കൂടിയുള്ള ഒരു അറ്റംപ്റ്റ് ആണോ ഈ ആക്രമണങ്ങൾ ഇപ്പോൾ കടുപ്പിച്ചതെന്നതിൻ്റെ ഒരു പിന്നിലുള്ളതെന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അത് അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്, ഒക്ടോബർ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട്. ഒക്ടോബർ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 1980 റൊണാൾഡ് റേഗൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ വിജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ ഇറാനിൽ 200-ഓളം ഉദ്യോഗസ്ഥരെ ഇറാനിലെ അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡുകളിൽ തടവുകാരാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇവരെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ സർക്കാരും ഇവരും തമ്മിലുള്ള ഒരു വലിയ നെഗോസിയേഷൻ നടക്കുകയായിരുന്നു. പക്ഷേ റെയ്ഗനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നെഗോസിയേഷൻ അല്ലെങ്കിൽ ഇവരെ വിട്ടയക്കുന്ന പ്രക്രിയ ഇതിൽ നീട്ടിവെച്ചു, അല്ലെങ്കിൽ കുറേ കൂടെ അങ്ങനെയാണ് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന കാർട്ടർ രണ്ടാമത്തെ റീഇലക്ഷനിൽ പരാജയപ്പെടുന്നതും റെയ്ഗൻ അധികാരത്തിൽ വരുന്നതെന്നാണ്. അപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്കൽ വൊക്കാബുലറിയിലുള്ള ഒരു പ്രയോഗമാണ് ഒക്ടോബർ സർപ്രൈസ് എന്നുള്ളത്. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി നടത്തുന്ന ഒരു ഒക്ടോബർ സർപ്രൈസാണ് ഈ ലെബനനിൽ വേണ്ടിയുള്ള ഈ രൂക്ഷമായ ആക്രമണമെന്നാണ് ജമാൽ കഞ്ച് തൻ്റെ ഒരു വിശകലനത്തിൽ പറയുന്നത്. അപ്പോൾ ഏതായാലും വെസ്റ്റ് ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സമാധാന ശ്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. കാരണം ഇതിന് ശേഷം ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും ഇതിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങളുണ്ടാവാം. അത് ചിലപ്പോൾ സിവിലിയൻ ടാർഗറ്റിന് നേരെയാവാം. ഇങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ടാവാം. ഇപ്പം ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ പിന്തുണയുള്ള രാജ്യമെന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ ഈ സംഭവത്തിനോട് എങ്ങനെ പ്രതികരിക്കാം? ഏതായാലും വളരെ വോളട്ടൈലായ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വളരെ രൂക്ഷമായ നിലയിലുള്ളൊരു സിറ്റുവേഷൻ കൂടുതൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉരുത്തിരിയുക എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു.